ഒരാളുടെ നല്ല ഉറക്കമാണ് കേട്ടോ. അംഗനവാടിയിൽ പോയിട്ട് ഉറങ്ങാഞ്ഞത് കാരണം ഇതേ കാറിൽ കയറിയപ്പോൾ തന്നെ ഉറക്കമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരിഞ്ഞാലക്കുടയിലെ ഫസ്റ്റ് ഗ്രേഡ് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ട്രൈ സൈക്കിൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. വീടിനടുത്തുള്ള 1-2 ഷോപ്പുകളിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ട്വിൻ സീറ്റിൻ്റെ ട്രൈ സൈക്കിൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. അന്വേഷിച്ച എല്ലാ ഷോപ്പിലും സിംഗിൾ സീറ്റിൻ്റെ അവൈലബിൾ ആയിരുന്നു. ട്വിൻ സീറ്റിൻ്റെ ആയിരുന്നു നമുക്ക് കിട്ടാനായിട്ട് പാട്. അങ്ങനെയാണ് നമ്മൾ ഇരിഞ്ഞാലക്കുട വരെ എത്തിയത്. ഒരാളോട് സൈക്കിൾ നോക്കാൻ പറഞ്ഞപ്പോൾ പോയി നോക്കണത് എന്താണെന്ന് നോക്കി, അത് തൊട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടത് കാരണം കിടന്ന് കാറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളതൊന്നും നോക്കിയില്ല. നമ്മൾ സൈക്കിൾ നോക്കിയാണ് വന്നത്. സൈക്കിൾ നോക്കാൻ പറയുമ്പോൾ ഇവിടെ പലർക്കും പല കാര്യങ്ങളാണ്. ഒരാൾ ഊഞ്ഞാലൊക്കെ കുഞ്ഞാവുണ്ടെന്ന് പറഞ്ഞ് ഊഞ്ഞാൽ ആട്ടുന്നു. പിന്നെ മറ്റുള്ളത് ഇത് വന്ന് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് തൊട്ടാൽ പൊട്ടോ സൗണ്ട് വരുമെന്നൊക്കെ ചോദിച്ചാൽ അതിനെ പൊട്ടിക്കുകയാണ്. ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഒരു ട്രൈ സൈക്കിൾ ഉണ്ട്, സിംഗിൾ സീറ്റിൻ്റെ ആണത്. അപ്പോൾ രാവിലെ മിനിഹാൻ അംഗനവാടിയിൽ പോകാൻ നേരത്ത് നടത്തിയാൽ അവൾ ടയേർഡ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ സൈക്കിളിൽ അവളെ ഇരുത്തും, മേറെല്ലാം ഞാൻ എടുക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി നേരമൊക്കെ നടത്തും. അങ്ങനെ ആകുമ്പോൾ മേറൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പരാതികളാണ്. ചേച്ചി സൈക്കിൾ തന്നില്ല എന്നുള്ളതിൻ്റെ പരാതിയാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അവളെങ്ങനെ നടത്തും, അംഗനവാടിയിൽ ചെല്ലുമ്പോഴേക്കും ക്ഷീണിച്ച് വേണ്ടി ഇരിക്കാൻ എന്നോർത്തിട്ട് മിനിഹാനെ തന്നെയാണ് ഞാൻ രാവിലെ സൈക്കിളിൽ ഇരുത്താറ്. തിരിച്ചു വരുമ്പോൾ മേറലിനെയാണ് സൈക്കിളിൽ ഇരുത്തുന്നത്. എങ്കിലും അവളുടെ പരാതികളൊന്നും തീരില്ല. അവൾക്ക് 2 പ്രാവശ്യവും സൈക്കിളിൽ ഇരിക്കണം എന്നാണ് അവൾ പറയാറ്. അങ്ങനെയാണ് നമ്മൾ ട്വിൻ സീറ്റിൻ്റെ സൈക്കിളിനെ പറ്റി ചിന്തിക്കുന്നത്. സൈക്കിളിൽ ഇരിക്കാത്ത ആൾക്ക് എന്തായാലും വിഷമാവല് മാത്രമല്ല കേട്ടോ, സേഫ്റ്റിയുടെ കാര്യത്തിലും നമ്മൾക്ക് ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ 2ആളെയും കയറ്റി എടുത്തിട്ട് ട്രയൽ എടുക്കാൻ നോക്കുകയാണ്. കാലൊക്കെ കയറ്റി വെക്കാൻ പറയുന്നുണ്ട്. ഓടിച്ച് നോക്കിയിട്ട് ഓടിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാണോ, 2 സീറ്റൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. ഓടിച്ച് നോക്കാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓടിക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതാണ് ഞാൻ കയറി നോക്ക് മോനെ, കയറി 2ആളും കയറി നിന്നിട്ട് എങ്ങനെയാണ് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വലിയ താല്പര്യമില്ല. മിനിഹ എണീറ്റ് വീണ്ടും പോയിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ആ സാധനം പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയുടെ സീറ്റിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മേറിൽ കയറി നിന്നിട്ട് ഞാൻ ഓടിച്ച് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓടിക്കാൻ പറ്റേ 1 സീറ്റിൻ്റെ ട്രൈ സൈക്കിൾ ഓടിക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മിനിഹ നീ ഒന്ന് കയറി നോക്ക്, നമുക്ക് 2ആളുടെ വെയിറ്റ് വന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് താല്പര്യമില്ല. മേറലിന് ഈ വാക്കറിൽ കയറിയാൽ മതി. വാങ്ങിച്ചു കൊടുക്കുന്ന സൈക്കിളൊന്നും അല്ല അവർക്ക് ആവശ്യം. അതിലും ചെറിയ കുഞ്ഞുവാകളുടെ തൊട്ടിലും വാക്കറൊക്കെയാണ് അവൾക്ക് ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നടക്കാത്ത കുഞ്ഞാവകൾ നടക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സൈക്കിൾ ഇതാ കാറിലേക്ക് കയറ്റുന്നുണ്ട്. ഷോപ്പിൽ ആൾ തന്നെയാണ് നമുക്ക് കാറിനകത്തേക്ക് സൈക്കിൾ എടുത്ത് വെച്ച് തരുന്നത്. മിനിഹ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരിത് വാങ്ങിച്ചോ, ഞാൻ പറഞ്ഞതല്ലല്ലോ ഇവർ വാങ്ങിച്ചെന്നുള്ള രീതിയിലാണ് അവൾ നോക്കുന്നത്. അവൾ അകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അറ്റത്താണ് ടോയ്സ് ഉള്ളത്, അതിലേക്കാണ് അവളുടെ നോട്ടം. തൽക്കാലം നമ്മൾ വേറെ ടോയ്സ് ഒന്നും വാങ്ങില്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. പിറ്റേ ദിവസം തന്നെ പുതിയ സൈക്കിളിൽ മേറലിനായിട്ട് മിനിഹൻ അംഗനവാടിന്ന് വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് മയിലിനെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേറല് നല്ല സന്തോഷത്തിലാണ്. ചേച്ചിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾക്കും സൈക്കിളിൽ തന്നെ ഇരുന്ന് പോരാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ. കാക്ക അതുവഴി പോകുന്നതിന് കാക്കയെ കൂടെ എന്നാണ് ആ പാടുന്നത്. കാക്കയുടെ കുഞ്ഞ് കരയുന്നത് ഇങ്ങനെയാണെന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അതായത് ഇത് അമ്പലത്തിൻ്റെ കുളമാണ്, നമ്മുടെ വാഴപ്പുള്ളി അമ്പലമാണ് കേട്ടോ. ഇവിടെ ഉത്സവമായിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് പരിപാടികളിലൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് മെയിൻ്റനൻസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഉത്സവം തുടങ്ങുകയാണ്. രാവിലെ നമ്മളപ്പോൾ ഇതുവഴി പോകുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താ ചെറിയ ആളെ ഇതിലിരുത്തായിരുന്നില്ല, അത് കരയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. രാവിലെ തന്നെ മിൻഹാനെ നടത്തിക്കൊണ്ട് പോയാലും മിൻഹ അംഗനവാടിയിൽ എത്തുമ്പോഴേക്കും ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാകും. മേറലിനാണെങ്കിലും തിരിച്ചിങ്ങോട്ട് വരേണ്ടത് കാരണവും പിന്നെ അവൾക്ക് അവിടെ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ സൈക്കിളിരുത്തി കൊണ്ടുവരും. ഇനിയിപ്പോൾ നമുക്ക് ആ ടെൻഷൻ വേണ്ട, 2 പേരെയും നമുക്ക് ഇരുത്തി സൈക്കിളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. അവർക്കും ക്ഷീണം വരില്ല, നമ്മൾക്കും ക്ഷീണം വരില്ല. അപ്പോൾ ഇത് നമ്മുടെ അംഗനവാടി എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല, കാരണം കുട്ടികളുടെ അമ്മമാരെ വണ്ടി ഇരിക്കുന്നത് കാരണം നമ്മൾ ഈ സൈഡിലായിട്ട് ഒതുക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അംഗനവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ മിനിഹക്ക് നമ്മൾ വേണമെന്നില്ല കേട്ടോ. ഗേറ്റ് എത്തുമ്പോഴേ എന്നോട് പറയുന്നത് ഇനി അമ്മ പൊയ്ക്കോന്നാണ്. നമ്മൾ അകത്ത് കൊണ്ടേ അയാൾക്ക് കൊടുത്താലും പിന്നെ നമ്മൾ നോക്കിയാൽ കാണില്ല. അവിടെ എത്തുമ്പോഴേക്കും കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ വളരെ ചോദിച്ചിട്ടാണ് നമുക്കൊരു വായൊക്കെ തരുന്നത് കേട്ടോ. വൈകുന്നേരം ആയാൽ നേരെ മറിച്ചാണ്. വൈകുന്നേരം നമ്മൾ നോക്കിയിരിക്കും, വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നാണ് കേട്ടോ. മിക്ക ദിവസങ്ങളും ടീച്ചറാണ് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തരുന്നത്. ഞാൻ ഇവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഓർത്തിട്ട് ടീച്ചറാക്കി തരാറാണ് ചെയ്യുന്നത്.
ഇന്നിപ്പോൾ പുതിയ സൈക്കിൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ വരുന്നത്. രാവിലെ ബാഗ് എടുക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് ദേ ഇവിടെ വെക്കണം എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബാഗ് എടുക്കാൻ മറന്ന് പോയെങ്കിലും ഞാൻ തിരിച്ച് വിളിക്കാൻ വന്നപ്പോൾ ആ ബാഗ് അതിൽ വെച്ചിട്ടാണ് വന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവളെ. ഷോപ്പിൽ അവർ അസംബിൾ ചെയ്തിട്ടാണ് സൈക്കിൾ വെച്ചിരുന്നതെങ്കിലും സ്ക്രൂ ഒന്നും ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത് ടൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാളും കംഫർട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് സേഫ്റ്റിക്കായിട്ടൊരു ബെൽറ്റ് ഉണ്ട് കേട്ടോ. സൈക്കിൾ ഇഷ്ടായാ? എങ്ങനെയുണ്ട് ഈ ട്രൈ സൈക്കിളിലെ സവാരി ഇഷ്ടായാ? വെയിലേ ഉള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെ രണ്ടാൾക്കും സൈക്കിളിലെ യാത്ര ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിനാണ് ആ പാട്ടൊക്കെ പാടിയത്. ഞാൻ അംഗനവാടിയിൽ എന്താ പഠിപ്പിച്ചെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആദ്യത്തെ സിംഗിൾ സീറ്റിൻ്റെ സൈക്കിളിൽ ഒരു കുട ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെയിൽ കൊള്ളില്ലായിരുന്നു. ഇതിൽ കുട ഇല്ലാത്തതുകൊണ്ട് ചെറിയ വെയിലൊക്കെ കൊള്ളേണ്ടി വരും എന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. രണ്ടാളെയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പോകാനൊക്കെ പറ്റുന്നുണ്ട്. അവിടെ കുളം കണ്ടതിനാണ് അങ്ങോട്ടൊക്കെ കൈ ചൂണ്ടി കാണിക്കുന്നത്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ മുഴുവനും ഉണ്ടാവും പറയാനായിട്ട്. മാത്രമല്ല പാട്ടുകളൊക്കെ പാടിയിട്ടും കണ്ണിൽ കാണുന്ന കാഴ്ചകളെ പറ്റി ചോദിച്ചിട്ടൊക്കെയാണ് അവർ പോകാറ്. ആദ്യമൊന്നും നമുക്ക് എല്ലാം പറ്റിയെന്ന് വരില്ല. കാരണം സൈക്കിൾ നോക്കി വരുമ്പോഴേക്കും കയ്യിൽ പിടിച്ചിരിക്കുന്ന ആൾ വേറൊരു വഴിക്ക് പോകും. കയ്യിലിരിക്കുന്ന ആളോട് സംസാരിച്ച് വരുമ്പോഴേക്കും സൈക്കിൾ മറ്റൊരു വഴിക്ക് പോയിട്ടും ഉണ്ടാകും. റോഡിലാണെങ്കിൽ വണ്ടികൾ വരുന്ന വഴിയായത് കാരണം നമുക്ക് അതിൻ്റെ ടെൻഷനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു ടെൻഷനൊന്നുമില്ല. രണ്ടാളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം നമുക്ക് സേഫായിട്ട് ഇപ്പോൾ വീട്ടിലെത്താനായിട്ട് പറ്റും. നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതേപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നിൽക്കും കേട്ടോ. ഇതിപ്പോൾ കണ്ടിരിക്കുന്നത് കാക്കേനെയോ ഒരു കൊക്കിനെയോ ആണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് അവരതിനെക്കുറിച്ച് പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പോകുന്ന വഴിയാണ് ഇതേ മാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. മാവ് പൂക്കേണ്ട സമയമായത് കാരണം എല്ലാ മാവിലും ഇതേ പുതുപോലെ പൂവിട്ടിട്ടുണ്ട്. അതും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പൂക്കളാണ് കുഞ്ഞു കണ്ണിമങ്ങളായിട്ട് വലിയ മങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ചെടി കാണുന്നത്. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും അതിൻ്റെ വിത്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ കസ്കസ് ചിയാസീഡൊക്കെ പോലെ അതിങ്ങനെ വീർത്തിങ്ങനെ വരുമായിരുന്നേ. അപ്പോൾ അത് ചേട്ടനോട് പറയുമായിരുന്നു. അപ്പോൾ ചേട്ടനും അതിനെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ചെടിക്ക് ഭയങ്കര സ്മെല്ലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് ഞങ്ങൾ കുറച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി രണ്ടാളെ സൈക്കിളിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ അകത്ത് കയറി ആദ്യം ചെയ്യുന്നത് ആ വിത്ത് വെള്ളത്തിൽ ഇടുക എന്നുള്ളതായിരുന്നു. അങ്ങനത്തെ സൈക്കിൾ അകത്തേക്ക് എടുത്ത് വെച്ചപ്പോഴേക്കുമാണ് പഴയ ട്രൈ സൈക്കിൾ അവിടെ ഇരിക്കുന്നത്. സിംഗിൾ സീറ്റിൻ്റെ ട്രൈ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ആ സീഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിങ്ങനെ വീർത്ത് കസ്കസ് പോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. കസ്കസിനെക്കാട്ടിലൊക്കെ വലിപ്പമുണ്ട്. എങ്കിലും വെറുതെ ഒരു തമാശക്ക് നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വെയിലത്തുനിന്ന് ക്ഷീണിച്ച് വന്നിരിക്കുന്നത് കാരണം നാരങ്ങ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സീഡൊന്നും അതിലിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് കളഞ്ഞിരുന്നു. നമ്മളത് ചെറിയൊരു തമാശക്ക് വേണ്ടി ചെയ്തതാണ്. അവരങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഇനിയും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.